അച്ഛാ. നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പൊ നമ്മൾ ഇന്ന് കടക്കുന്നത് പറഞ്ഞാല് ഇവിടെയാണ്. ആണല്ലേ, വണ്ടി ഇവിടെ നിർത്തിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നെ ഈ റോഡ് സൈഡിൽ തന്നെ ഇവിടെ തന്നെ ടെന്റ് അടിക്കാന്നാണ് വിചാരിച്ചത്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഭായിനെ കിട്ടിക്കുന്നത്. ഭായിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. ഭായി आपका नाम क्या? जोनराज. आप इधर इधर रहता आप? अच्छा, कितना साल होगा आप इधर काम करता है? अच्छा, हाँ हाँ हाँ, 6 महीना. किधर आप? घर किधर आपका? असम. अच्छा हाँ हाँ. अब ठीक है, मैं जा रहा हूँ. खाना खा के आएगा. अच्छा ठीक है, ഓക്കെ. അപ്പൊ ഇവരാണ് ഹെൽപ്പ് ചെയ്തിട്ട് നമ്മളെ. ഭയങ്കര ഭായിയാണ്, ഭയങ്കര അടിപൊളി മനുഷ്യനാണ്. താങ്ക് യു ഭായി. ഓക്കെ, ഞാൻ ജാക്കറായേഗ. ഓക്കെ. അപ്പൊ മൂപ്പരാണ് നമ്മൾ ഇവിടെ നിന്ന് പറയണത്. വണ്ടിയൊക്കെ ഇവിടെ നിർത്തിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഗുവാഹട്ടി പറഞ്ഞാല് ഇവിടെ ടൗണിലാണ് ഇപ്പൊ ഉള്ളത്. പിന്നെ ഇവിടെ പറഞ്ഞാൽ അങ്ങനെ പെട്രോൾ പമ്പൊക്കെ കാരണം ഭയങ്കര തിരക്കുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ നമ്മളെന്താട്ടി ഇവിടെ കിടക്കാം. ഒരു കുറച്ച് കുഴപ്പമില്ലാത്തൊരു വൃത്തിയുള്ള സ്ഥലമാണ് അവിടെ. അപ്പൊ അവിടെ കിടക്കാൻ നല്ലൊരു ഇതാണ് നിൽക്കുന്നത്. അല്ലേ, ഈ ഫാഷൻ സിറ്റി എന്ന് പറഞ്ഞ ഒരു നമ്മളെ ഒരു തുണി ഷോപ്പാണ്. നമ്മളെ ഈ ടെക്സ്റ്റൈൽസ് ആണ്. അപ്പൊ അതിന്റെ അടുത്താണ് നമ്മള് താമസിക്കുന്നത്. കുറച്ച് നടക്കാണ്ടെന്ന് പറയണേ. ഒരു 1/2 കിലോമീറ്ററിന്റെ അടുത്ത് നടക്കാണ്ട് ഇറങ്ങും. നടന്നോട്ടെ. ഇതപ്പത്തൂടെ വലിയ ഹൈവേ പോണ കേട്ടോ. ഇങ്ങനെ മറച്ച് വെച്ചിരിക്കണം. എന്താ കാരണം എനിക്ക് മനസ്സിലാവുള്ളൂ. ഹൈവേകളെ കാരണം ഈ ഭാഗത്ത് കാണാത്ത രീതിയിൽ മറച്ചിരിക്കുന്നത്. സംഭവം രണ്ട് അപ്പുറത്തും അതേമാതിരി തന്നെയാണ് മറച്ചിരിക്കുന്നത്. ഒരാൾ പറഞ്ഞാണ് നമ്മളെ, പിന്നെ നമ്മളൊരു കോണ്ടാക്ട് കിട്ടി ഇവിടെ ഈ ഗുവാഹട്ടിയിലുള്ള ഒരു മലയാളിനെ. അപ്പൊ പറഞ്ഞു ജുഡിയോന്റെ അടുത്ത് എവിടെ ആയിട്ട് ഒരു സ്ഥലം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ തപ്പി പിടിച്ച് നോക്കിയപ്പോ എനിക്ക് അവിടെ തോന്നി. മൂപ്പര് കറക്റ്റ് ആയിട്ട് അറിയും ചെയ്യില്ല. നല്ല തിരക്കിലൊരു സിറ്റി ആട്ടോ ഗുവാഹട്ടി പറഞ്ഞാല്. റോഡുകളൊക്കെ അടിപൊളി റോഡാണ്. ജിയോന്റെ സൂപ്പർ മാർക്കറ്റാണ്. സൂപ്പർ മാർക്കറ്റും ബസാറിനാണ് ജിയോ ബസാർ. ബൈക്ക് എടുത്ത് പോയാൽ പെട്ടെന്ന് പോയി വരാന്നൊക്കെ പറഞ്ഞു ആള്. ഞാൻ പിന്നെ നടന്നു പോന്നു. നടക്കുമ്പോൾ എല്ലാവരും വേറൊരു കാഴ്ചകളൊക്കെ നമുക്ക് അടിപൊളി കാഴ്ചകളൊക്കെ കാണാം. ബൈക്കാകുമ്പോൾ എവിടെയും നിർത്താൻ പറ്റില്ല. അപ്പൊ ഇതിന് ആൾക്കാരെ ഓൺ അടിച്ചിട്ട് ബാക്ക് അല്ലെങ്കിൽ പാർക്ക് ചെയ്യാം. അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല നമുക്ക്.
ഭക്ഷണം നമുക്ക് അങ്ങനെ ഉണ്ടാക്കി കഴിക്കേണ്ട ഒരു പരിപാടി ഉണ്ട് ഇനി, അല്ലാതെ ഇപ്പൊ നടക്കൂല സംഭവം. രാത്രി ഇതിന് വേണ്ടി കുറെ പരിപാടി നടത്തണം, പിന്നെ പൈസ നല്ല നല്ല ചെലവാണ് ഈ എന്താ പറയാ ഭക്ഷണം. എത്ര നമ്മൾ കുറച്ച് കഴിച്ചാലും. ഈ സ്ഥലത്തിന്റെ പേര് എന്താ, ലോഹ്റെ അങ്ങനെ എന്താ ഈ സ്ഥലത്തിന്റെ പേര്. നമ്മൾ ഈ കരുവാര കൊണ്ടും അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ പേരുകൾ മാത്രമല്ല സ്ഥലത്തിന്റെ പേര് കേട്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ മഞ്ചേരി അങ്ങനത്തെ രീതിയിൽ. പക്ഷെ ഇവിടുത്തെ കാരണം നമുക്ക് എന്താ പറയാ, चावल है, खाना है अंदर. ഇവിടുന്ന് കഴിക്കാം, ഇനിയിപ്പോ നോക്കിട്ട് കാര്യമില്ല. അപ്പൊ നമ്മളെ ഭക്ഷണം വന്നിട്ടോ, ചോറും കുറെ പച്ചക്കറിയും ഒക്കെയാണ് നമ്മള് കണ്ടത്. ഇനി കഴിക്കട്ടെ ഏതായാലും. അടിപൊളി. വേറെ കൊണ്ടുവന്ന ആള് അടിപൊളി മനുഷ്യൻ. യൂട്യൂബർ ഇതാണ് ഈ വായിന്റെ ഹോട്ടലല്ലേ. कैसा कैसा है आप लोग? अच्छा ये आप किधर रहते आप लोग? अच्छा हाँ हाँ ठीक है बढ़िया है आपका खाना. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ശുക്രിയ, താങ്ക് യു. कितना है? നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടോ. അപ്പൊ നമ്മള് തിരിച്ചു പോവാണ്. അപ്പൊ ഇനി ബാക്കി കാഴ്ചകളുമായിട്ട് നമ്മൾ തിരിച്ചു വരാനാണ്. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ.